വടകരയിൽ പ്രചാരണ കാലത്ത് നടന്നത്. ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം അവിടെ എന്തെങ്കിലും അക്രമങ്ങൾ നടക്കുമെന്ന് അതിനു മുമ്പ് അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഞാൻ SFI ആയിരുന്നു, പിന്നെ കരുണാകരനുമായിട്ടുള്ള വൈകാരിക ബന്ധം വെച്ച് കോൺഗ്രസ് ആയി, പിന്നെ അദ്ദേഹം BJP. അദ്ദേഹത്തെ ആരും ഒരു BJP പാർട്ടിയെയോ ആരും പഴിക്കാൻ മുതിരണ്ട. സ്ഥാനാർത്ഥികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. പക്ഷേ മുരളിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, അട്ടിമറി സംഭവിച്ചു, അത് അന്വേഷിക്കേണ്ടി വരുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ. ശശി തരൂരിന്റെ ലീഡ് കൂടിയിട്ടുണ്ട്. 10,000 കടന്ന് 10,463 ആയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ്. ഈ അവസാന ഘട്ടത്തിൽ കോസ്റ്റൽ ബെൽറ്റിലെ വോട്ടുകൾ കൂടി എണ്ണുമ്പോൾ ശശി തരൂരിന് ഈ ലീഡ് ഉണ്ടാകുമെന്ന് കമലേഷ് നേരത്തെ തന്നെ ഒരു സാധ്യത പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള ലീഡാണ് വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ച വോട്ടുകൾ അദ്ദേഹത്തിന് ആ ബെൽറ്റിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കണം. 15,000 വരെ 20,000 വരെ എത്തിയ രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് മാറി മറിഞ്ഞ് ശശി തരൂർ ഇപ്പോൾ 10,463 വോട്ടിന്റെ ലീഡിലാണ് എത്തി നിൽക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ ആഹ്ലാദ പ്രകടനമാണ്